വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ജൂലൈ 2025 നടന്ന സെറ്റ് എക്സാമിൻ്റെ ബോട്ടണിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, സൂക്രോസ് സിന്തസിസ് ഒക്കേഴ്സ് ഇൻ ദ സൈറ്റോസോൾ ആൻഡ് സ്റ്റാർച്ച് സിന്തസിസ് ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ് സ്ട്രോമ. Yet the two processes are intricately balanced. What factors shift the reactions in favor of starch synthesis? എന്തായിരിക്കും ഉത്തരം വരുന്നത്? ആൻസർ ലോ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഇൻ ദ സൈറ്റോസോൾ ആൻഡ് ഹൈ ട്രയോസ് ഫോസ്ഫേറ്റ് ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ് ആണ്. അതായത് പ്ലാന്റ്സിൽ സ്റ്റാർച്ച് നിർമ്മാണം നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലും സൂക്രോസ് നിർമ്മാണം നടക്കുന്നത് സൈറ്റോസോളിലുമാണ് നമുക്കറിയാം. ഇവ രണ്ടും പരസ്പരം നിയന്ത്രിക്കുന്നത് ആരാണ്? ഒരു ഫോസ്ഫേറ്റ് ട്രാൻസ്ലൊക്കേറ്റർ വഴിയാണ്. സൈറ്റോസോളിൽ ഇനോർഗാനിക് ഫോസ്ഫേറ്റിൻ്റെ അളവ് കുറയുമ്പോൾ ക്ലോറോപ്ലാസ്റ്റിൽ നിന്ന് ട്രയോസ് ഫോസ്ഫേറ്റിന് പുറത്തേക്ക് വരാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ക്ലോറോപ്ലാസ്റ്റിൽ ട്രയോസ് ഫോസ്ഫേറ്റ് കുന്നുകൂടുക, അക്യുമുലേറ്റ് ചെയ്യുകയും ഇത് സ്റ്റാർച്ച് നിർമ്മാണത്തെ ഫേവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? ലോ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഇൻ ദ സൈറ്റോസോൾ ആൻഡ് ഹൈ ട്രയോസ് ഫോസ്ഫേറ്റ് ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ്. അടുത്ത ചോദ്യം, ഫ്ലൂറോ അസറ്റേറ്റ് ഈസ് എ മെറ്റാബോളിക് പോയ്സൺ capable of blocking the Krebs cycle. Which enzyme gets blocked by fluoroacetate in the Krebs cycle? ഏതായിരിക്കും വരുന്നത്? എൻസൈമുകളിവിടെ തന്നിട്ടുണ്ട്. ആൻസർ അക്കോണിറ്റേസ് ആണ് കേട്ടോ. എന്തായിരിക്കും കാരണം? ഫ്ലൂറോ അസറ്റേറ്റ് എന്ന് പറയുന്നത് കോശങ്ങൾക്കുള്ളിൽ വെച്ച് ഫ്ലൂറോ അസറ്റൈൽ കോഎൻസൈം എ ആയി മാറുന്നുണ്ട്. അത് ഓക്സാലോ അസറ്റേറ്റുമായി ചേർന്ന് ഫ്ലൂറോ സിട്രേറ്റ് ആയി മാറുകയും ഈ ഫ്ലൂറോ സിട്രേറ്റ് ക്രെബ്സ് സൈക്കിളിലെ പ്രധാന എൻസൈമായിട്ടുള്ള അക്കോണിറ്റേസിനെ ബ്ലോക്ക് ചെയ്യും. ഈ കാരണം കൊണ്ടാണ് ക്രെബ്സ് സൈക്കിൾ മുന്നോട്ട് പോകാൻ പറ്റാത്തത്. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? ഏത് എൻസൈമാണ്? അക്കോണിറ്റേസ്. അടുത്ത ചോദ്യം, ദ കാർബൺ ബോണ്ട് ഡിസ്റ്റൻസ് ഫോർ സിംഗിൾ ബോണ്ടഡ് കാർബൺസ് സച്ച് ആസ് ദോസ് ഇൻ എ സാച്ചുറേറ്റഡ് ഫാറ്റി അസൈൽ ചെയിൻ ഈസ് എബൌട്ട് 1.5 ആങ്സ്ട്രം. എസ്റ്റിമേറ്റ് ദ ലെങ്ത് ഓഫ് എ സിംഗിൾ മോളിക്യൂൾ ഓഫ് പാമിറ്റേറ്റ് ഇൻ ഇറ്റ്സ് ഫുള്ളി എക്സ്റ്റെൻഡഡ് ഫോം. ഏതാണ് ആൻസർ? 20.3 ആങ്സ്ട്രം ആണ്. കാരണം പാമിറ്റേറ്റ് എന്നതൊരു 16 കാർബണുകളുള്ള ഒരു സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ് നമുക്കറിയാം. ഒരു കാർബൺ സിംഗിൾ ബോണ്ടിൻ്റെ നീളം ഏകദേശം വരുന്നത് 1.54 ആങ്സ്ട്രം ആണ്. ഇനി സിഗ്സാഗ് രൂപത്തിലുള്ള പൂർണ്ണമായിട്ട് നീണ്ടു നിവർന്ന്, അതായത് ഫുള്ളി എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ ചെയിനിൽ ഓരോ കാർബണാറ്റവും ചെയിനിൻ്റെ നീളത്തിലേക്ക് സംഭാവന ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏകദേശം 1.25 ആങ്സ്ട്രം മുതൽ 1.27 ആങ്സ്ട്രം വരെയാണ്. അതുകൊണ്ട് മൊത്തം നീളം കണക്കാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 16 കാർബൺസ് ഇൻറ്റു 1.27 ആങ്സ്ട്രം, ഒരു അപ്രോക്സിമേറ്റ്ലി എന്ന് പറയുന്നത് 20.32 ആങ്സ്ട്രം ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഏതാണ്ട് ശരിയായിട്ട് വരുന്ന ആൻസർ. അടുത്ത ചോദ്യം, എ പോളിസാക്കറൈഡ് ഓഫ് അൺനോൺ സ്ട്രക്ചർ വാസ് ഐസൊലേറ്റഡ് സബ്ജക്റ്റഡ് ടു എക്സോസ്റ്റീവ് methylation and hydrolyzed analysis of the products revealed 3 methylated sugars: 2,3,4-triO-methyl D-glucose, 2,4-diO-methyl D-glucose and 2,3,4,6-tetraO-methyl D-glucose in the ratio 20:1:1. What is the structure of the polysaccharide? കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കൺഫ്യൂഷൻ ഉണ്ടാവും. ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ എ ആണ്. ചെയിൻസ് ഓഫ് 1,4 linked D-glucose residues with occasion 1,6 linked branches with about 1 branch every 12 residues. അതായത് ഇവിടെ 3 തരത്തിലുള്ള മീഥൈലേറ്റഡ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് 2,3,4,6 ടെട്രാ-ഓ-മീഥൈൽ D-ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ചെയിൻ്റെ അറ്റത്തുള്ള, അതായത് നോൺ റെഡ്യൂസിങ് എൻഡാണ്, ഗ്ലൂക്കോസിനെ കാണിക്കുന്നുണ്ട്. അതായത് ഒരു ബ്രാഞ്ച് അവസാനിക്കുന്ന ഭാഗമാണ്. ഇനി 2,4-diO-methyl D-glucose, ഇതിൽ കാർബൺ 1, കാർബൺ 4 കൂടാതെ കാർബൺ 6 എന്നീ ഭാഗങ്ങളൊക്കെ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഇത് ഗ്ലൂക്കോസ് ചെയിനിൽ ബ്രാഞ്ചിങ് ഉണ്ടാകുന്ന പോയിൻ്റാണ് 1,6 ലിങ്കേജ് എന്ന് പറയുന്നത്. 2,3,4-triO-methyl D-glucose എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാന ചെയിനിലെ സാധാരണ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഒക്കെ കാണിക്കുന്നത് 1,4 ലിങ്കേജ് ആണ്. അപ്പോൾ ഇവയുടെ അനുപാതം 20:1:1 ആണെന്ന് പറയുന്നുണ്ട്. ഇതിനർത്ഥം ഓരോ 20 പ്രധാന ചെയിൻ ഗ്ലൂക്കോസിനും ഒരു ബ്രാഞ്ചിങ് പോയിൻറ്റും ഒരു എൻ ഗ്രൂപ്പും
ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ശരാശരി ബ്രാഞ്ചിൻ്റെ നീളം കണക്കാക്കാൻ മൊത്തം ഗ്ലൂക്കോസ് റെസിഡ്യൂസിനെ ബ്രാഞ്ച് പോയിൻ്റ് കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 20+1+1/1 22. എന്നാൽ ഓപ്ഷനുകളിൽ തന്നിരിക്കുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഏകദേശം 12 റെസിഡ്യൂകളിൽ ഒരു ബ്രാഞ്ച് എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ നമ്മൾ ഏതാണ് പറഞ്ഞ ഓപ്ഷൻ എ ആണ്.